ഇവർ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത് കരാട്ടെ. എപ്പോൾ ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യണതും അങ്ങനെ കരാട്ടയാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വീട്ടിൽ സംസാരം കരാട്ടനെ കുറിച്ച് തന്നെയാണ്. ഇവർ ചെറുപ്പം മുതലേ കരാട്ടയാണ് കാണുന്നതും കേൾക്കുന്നതും. വളരെ സന്തോഷമാണ്. കാരണം മക്കളിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിന് പോവുക, അതിൽ പങ്കെടുക്കുക, അതിൽ ഫസ്റ്റ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തന്നെയല്ലേ. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം, നമസ്കാരം. ഇന്ന് നമ്മളൊരു കുടുംബത്തെയാണ് ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് വെറും ഒരു കുടുംബമല്ല, ഒരു കരാട്ടെ കുടുംബമാണ്. ബെൽറ്റ് ഒന്ന് മുറുക്കിക്കെട്ടി ഉപ്പ സാധിക്കിറങ്ങിയാൽ പിന്നെ ഫുൾ മക്കളെല്ലാവരും സെറ്റാണ്. ഈ ഒരു വീട്ടിൽ പിന്നീടുള്ള ചർച്ചകൾ മൊത്തം കരാട്ടയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമായിരിക്കും. ഒരുപാട് സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയെടുത്ത കരാട്ടെ ഫാമിലിയെ ഈ ഒരു അഭിമുഖ നേരത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. മക്കളുടെ ഗുരു ആരെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ഉപ്പയാണ്. പക്ഷെ ഉപ്പയുടെ ഗുരു ആരാ എന്നൊരു ചോദ്യമാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങുന്നത്. ഉപ്പയുടെ ഗുരു ആരാണ് ഈ ഒരു മേഖലയിൽ? എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയത് ഇവരെ ഗുരുവായ ജോൺസൺ എന്ന പെരിന്തൽമണ്ണയിലെ ഫേമസ് കരാട്ടെ സാറാണ്. പിന്നെ പ്രത്യേക സാഹചര്യം കാരണം ഞാൻ അവിടുന്ന് മാറേണ്ടി വന്നത്. ഞാൻ തുടക്കം തന്നെ ഒരു അമിത ഭാരം ഉപ്പയിൽ ഏൽപ്പിക്കുകയാണ്. മക്കളെ ഒന്ന് പരിചയപ്പെടുത്തണം, മക്കളെ 3 പേരെ. അത് എൻ്റെ മൂത്ത മകനാണ് ആദിൽ ഷാ. അവനിപ്പോൾ ഇവിടുന്ന് കരാട്ടെ പഠിച്ച് ഫസ്റ്റ് ഡാനൊക്കെ എടുത്ത് പിന്നെ സൗദിയിൽ വന്ന് അവിടുന്ന് വേറെ എൻ്റെ അസോസിയേഷനിൽ ഇപ്പോൾ തേർഡ് എടുത്തുകൊണ്ട് അവിടെ എൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്നു. പിന്നെ ഇത് ആദില, എൻ്റെ രണ്ടാമത്തെ മോള്. അവൾ ഇപ്പോൾ ജോൺ സാറ് കൂടെ തന്നെ ഉണ്ട്. ജോൺ സാറെ ഫസ്റ്റ് ഡാം ബ്ലാക്ക് ബെൽറ്റാണ് എടുത്തിട്ട് 4 വർഷത്തോളായിട്ടുണ്ടാവും. പിന്നെ ഇത് ചെറിയ ആളാണ്. ഇവനിപ്പോൾ അഹിൽ ഷാ ഫസ്റ്റ് ബ്രൗൺ ആണ്. ഇനി 3 ബ്രൗൺ കഴിഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് ആവും. സാധാരണയായിട്ട് രക്ഷിതാക്കൾ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്തും മക്കൾ ആ മേഖലയോട് താല്പര്യം കാണിക്കാറില്ല ചില മേഖലകളിലൊക്കെ. ഇവരെങ്ങനെയാണ് ഇവർക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടെന്ന് കണ്ടെത്തിയത്? ഇവർ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത് കരാട്ടെ. എപ്പോൾ ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യണതും അങ്ങനെ കരാട്ടയാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വീട്ടിൽ സംസാരം കരാട്ടനെ കുറിച്ച് തന്നെയാണ്. ഇവർ ചെറുപ്പം മുതലേ കരാട്ടയാണ് കാണുന്നതും കേൾക്കുന്നതും. അങ്ങനെ ഇവനെ ഞാൻ സ്കൂളിൽ KG ചേർത്ത് ആ സമയത്ത് തന്നെ കരാട്ടെ ക്ലാസ്സിൽ ചേർത്തു. പാണ്ടിക്കാടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നത് അവന് സ്കൂളിൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആകുമ്പോഴാണ് ഇവിടെ പെരിന്തൽമണ്ണ വരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ജോൺസൺ ക്ലാസ്സിൽ ചേർത്തു. അവിടെ നിന്ന് അങ്ങനെ തുടർന്ന് പോകുന്നു. അതുപോലെ മകളും അപ്പം അവൻ ചെയ്യുന്ന കാണുകയാണല്ലോ. അങ്ങനെ അവൻ്റെ കൂടെ ഇവൾ ക്ലാസ്സിൽ പോയി തുടങ്ങി. ചെറിയ കുട്ടുമ്പോൾ പോയി LKG ആകുമ്പോൾ അവളും പോയി തുടങ്ങി. അങ്ങനെ അതങ്ങ് തുടർന്ന് പോയി. പിന്നെ ഇവൻ വന്നപ്പോഴും ഇതാ കാണുന്നത്, ഈ കരാട്ടയാണ് എല്ലാവരും കാണുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, ഓടുന്നത്, ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരം. വേറെ കൂടുതൽ നമ്മൾ വീട്ടിൽ അങ്ങനെ മറ്റുള്ളതിനെ കുറിച്ച് സംസാരമില്ല. എപ്പോഴും കരാട്ടയായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ടാണ് സംസാരം കൂടുതൽ. അപ്പം അത് കണ്ടങ്ങനെ തുടർന്നുകൊണ്ട് പോയിരുന്നു. ഇതുവരെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ചില ടൂർണമെന്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ 1ാം സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ 2ഓ 3ഓ സ്ഥാനങ്ങളൊക്കെ ലഭിച്ചേക്കാം. അപ്പോൾ ഇപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ തരാറുണ്ടോ? അടുത്ത ടൂർണമെന്റിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാമെന്നൊരു ആത്മവിശ്വാസം തരാറുണ്ടോ? തീർച്ചയായും തരലുണ്ട്. അഥവാ ഇതിന് സെക്കൻഡ് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതിന് ടൂർണമെന്റ് ഇറങ്ങുമ്പോൾ പറയും പ്രാക്ടീസ് ചെയ്യാനും, അതിന് നല്ല പ്രാക്ടീസ് ചെയ്യണം, നല്ല കിട്ടുള്ളൂ. അങ്ങനെ കുറെ മോട്ടിവേഷൻ തരാറുണ്ട്. നല്ല മോട്ടിവേഷൻ തരലുണ്ട്. ചില ടൈം നല്ല കോമ്പറ്റീഷനൊക്കെ കിട്ടാണ്ട് വരുമ്പോൾ കരയൊക്കെ ചെയ്യും. അപ്പോൾ പറയും സാറില്ല അടുത്ത കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങാം. എന്തായാലും ഉപ്പയുടെ കുറെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ, കുറെ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അത് തന്നെയാണല്ലോ നിങ്ങളുടെ മക്കളിലൂടെ നേടിയെടുക്കുന്നത്. അപ്പൊ അതൊരു വലിയ സന്തോഷം തന്നെയല്ലേ? അതെ, തീർച്ചയായും വളരെ വളരെ സന്തോഷമാണ്. കാരണം മക്കളിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിന് പോവുക, അതിൽ പങ്കെടുക്കുക, അതിൽ ഫസ്റ്റ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തന്നെയല്ലേ. വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. ഇപ്പൊ ഞങ്ങൾ എന്തായാലും തുടക്കം കരാട്ടെ ഫാമിലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴും ഉമ്മയുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട്, ഭാര്യയുടെ ഒരു കുറവ് ഈ കൂട്ടത്തിലുണ്ടല്ലോ. എങ്ങനെയാണ് ഭാര്യ നൽകുന്ന അതല്ലെങ്കിൽ മക്കളുടെ ഉമ്മ നൽകുന്ന ഒരു സപ്പോർട്ട്? ഉമ്മയാണ് ഇപ്പോൾ എന്നേലും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഉമ്മയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇവർ ജനിച്ച മുതലേ ഞാനിവിടെ അല്ല, പുറത്താണ്. 20 വർഷമായിട്ട് 23 വർഷമായി ഞാനിപ്പോൾ സൗദിയിൽ. അന്ന് മുതൽ ഞാൻ അവിടെ ആയത് കാരണം എപ്പോഴെങ്കിലും വരും, 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം. അതാണ് എൻ്റെ ലീവ്. അപ്പോൾ വൈഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവരെ കൊണ്ടുപോകുന്നതും പിന്നെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുന്നത് എല്ലാത്തിനും അവളാണ് പങ്കെടുക്കുന്നത്. നമ്മൾ ഈ ഒരു മേഖലയിലുള്ളത് ഒരു ആത്മാർത്ഥമായ സമർപ്പണമാണല്ലോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അപകടങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപകടങ്ങൾ തീർച്ചയായിട്ടും ഇതിനുണ്ട്. കാരണം ഫൈറ്റിങ് ചെയ്യുമ്പോഴല്ല, നമ്മൾ ഡെമോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് വരുന്നത്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് അവിടുന്ന് 2 ഡെമോ ചെയ്തിരുന്നു. അതിലെനിക്ക് തലയിൽ അടിച്ചു പൊട്ടിക്കുന്നതെന്നാണ് ചെയ്തത്. അന്ന് 2 ദിവസം എനിക്ക് തല അളക്കാൻ കഴിഞ്ഞിട്ടില്ല, അത്ര നല്ല വേദനയായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ കരാട്ടെ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ പേടിയായിരുന്നു മക്കൾക്കൊക്കെ. ഇപ്പോൾ സ്കൂൾ സ്പോർട്സ് ആയ സമയത്ത് എന്താണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത്? പണ്ട് എന്ന് പറഞ്ഞാലേ മക്കൾക്ക് നല്ല പേരൻസിനാണ് പേടി, അല്ലെങ്കിൽ നാട്ടുകാർക്കാണ് പേടി. കരാട്ടയ്ക്ക് പോയാൽ അവർ അടി ഉണ്ടാക്കുകയാണ്. ശരിയാണ്, പണ്ട് നമ്മൾ കരാട്ടയിൽ ഫൈറ്റിങ് ചെയ്യുന്നത് തന്നെ അങ്ങനെ. ഫൈറ്റിങ് കഴിഞ്ഞ് വന്നതിൽ പിന്നെ ഒഴിയാനൊരാൾ വേണം.
അത്രയും ഡേഞ്ചർ ഫൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാക്കുക. ഓപ്പൺ കരാട്ടെ ടൂർണമെന്റ് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പിള്ളേർക്കാണ് ഇപ്പോൾ കരാട്ടെ ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കരാട്ടെ. അതുകൊണ്ട് ടച്ച് ആൻഡ് ബാക്ക് എന്നുള്ള ഒരു സ്പോർട്സ് രീതിയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഇപ്പോൾ പേടിക്കണ്ട. ഇപ്പോൾ ധൈര്യമായിട്ട് ഏത് ചെറിയ കുട്ടികളെയും കരാട്ടെ ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാം. ചോദ്യം മക്കളോടാണ്. ഈ പഠിച്ച അടവുകളെല്ലാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇതേമായിട്ട് വന്നിട്ടില്ല. ഇനി വരുമെന്ന് അറിയൂല. ഇങ്ങനെ വന്നിട്ടില്ല, വന്നാൽ ഉപയോഗിക്കും. ഇതുപോലെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഉപ്പയെ വളർത്തിയ കരാട്ടെ മേഖലയിൽ ഉപ്പയെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു സ്ഥാപനം തന്നെയാണോ നിങ്ങളുടെ ഒരു തട്ടകം? പെരിന്തൽമണ്ണ ജോൺസൺ സെൻസൈറ്റിന്റെ അടുത്താണ് ഞങ്ങൾ 3 ആളിപ്പം പഠിക്കണത്. ഇനി അവിടെ തന്നെ പഠിക്കും. ഇപ്പോൾ പഠിച്ച അതേ ക്ലാസ്സിൽ അതേ മാഷ് ജോൺസൺ സെൻസൈ, അതേ മൂപ്പര കീഴിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ തന്നെയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ തന്നെ തുടരാനാണ് താല്പര്യം. എന്തായാലും ഉപ്പ നൽകുന്ന വലിയൊരു പിന്തുണയിലാണ് ഈ ഒരു മക്കളൊക്കെ അവരുടെ ഉയരങ്ങൾ താണ്ടുന്നത്. അപ്പോൾ ഉപ്പ തുടങ്ങിയ സാഹചര്യത്തിൽ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു കുടുംബത്തിൽ നിന്ന് ലഭിച്ചൊരു പിന്തുണ? പിന്തുണ പറഞ്ഞാൽ ഞാൻ കരാട്ടയ്ക്ക് പോകുന്നത് വീട്ടിലേക്ക് അറിയില്ല ആദ്യം. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അറിയുന്നത്. എനിക്ക് എൻ്റെ ഒരു എളാപ്പുണ്ട്, ഉപ്പാൻ്റെ അനിയന്. ഉപ്പാൻ്റെ അനിയന് ആദ്യം ക്ലാസ്സിൽ പോയിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണും. ആ കണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു. ഞാൻ അങ്ങനെ കുറച്ച് കാലം പോയി, ആരും അറിയാതെ പോയി. പിന്നെ വീട്ടിലൊക്കെ അറിയാൻ തുടങ്ങി. നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടിൽ നിന്നും കുഴപ്പമില്ല, പോകുന്നതിന് എതിർപ്പൊന്നും ഉണ്ടായില്ല. നാട്ടിലായാലും ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ അവർക്ക് ഇങ്ങനൊരു വിഷയം വരും, ഇങ്ങനെ കരാട്ട പഠിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ആ ഒരു കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും നാട്ടിൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കുമ്പോഴും ഉപ്പയും മകനും രണ്ടുപേരും പുറത്ത് വലിയ പ്രാക്ടീസിലാണല്ലോ. എങ്ങനെ ഒരുപാട് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത് സൗദി അറേബ്യയിലാണ്. എനിക്കിപ്പോൾ അവിടെ 100 പിള്ളേർ തുടർച്ചയായി ക്ലാസ്സിൽ വരുന്ന പിള്ളേരുണ്ട്. പിന്നെ സ്കൂളിൽ ക്ലാസ് ഉണ്ട്, അത് വേറെ സെപ്പറേറ്റ് വേറെ ക്ലാസ്സാണ്. അപ്പോൾ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവനും കൊണ്ടുപോയത്. എൻ്റെ കൂടെ ആദ്യം 2 ഹെൽപ്പർമാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നാട്ടിൽ പോയപ്പോൾ ഞാൻ ഒറ്റക്കായി. അങ്ങനെ ഞാൻ ഇവനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവനും ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവനും ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു 15 പേരോളം ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. ഒക്കെ ഇപ്പോൾ നാട്ടിലാണ്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഒരു മോട്ടിവേഷൻ ആവുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് പഠനത്തോടൊപ്പം കരാട്ടയും ഒരുപോലെ രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നത്? ഈ സ്കൂൾ വിട്ട് വന്നാൽ കുറച്ച് നേരം ടൈം ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ പഠിക്കാനുള്ളതും എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് പിന്നെ വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും, അതിന് പോകും. അപ്പോൾ രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കരാട്ടക്ക് പോകുമ്പോൾ ഒന്നും കൂടെ താല്പര്യം കൂടും, പഠിക്കാനും ഒക്കെ താല്പര്യം കൂടുമ്പോൾ അവിടെ അങ്ങനെ കൂടും. ഞാനിപ്പോൾ +2 ആയതുകൊണ്ട് ക്ലാസ്സിന് ഇപ്പോൾ വല്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ നീക്കും, സ്കൂളിൽ എഴുതാനുള്ളതും പഠിക്കാനുള്ളതും പഠിക്കും. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആയിട്ട് പ്രജിത് സെൻസായി പറഞ്ഞ ഒരു സാറുണ്ട്. സാർ ഞങ്ങൾക്ക് ട്രെയിനിങ് തരും. അങ്ങനെ രണ്ടും ഒപ്പത്തിനൊപ്പം അങ്ങനെ കൊണ്ടുപോവാണ്. പഠിക്കുകയും ചെയ്യും. കരാട്ടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി ഒന്ന് ബുക്ക് എടുത്താൽ പെട്ടെന്ന് പഠിക്കും നമുക്ക്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതും കരാട്ടെ മേഖലയിലെ വിശേഷങ്ങൾ പങ്കുവച്ചതും സാദിഖ് മാഷും പ്രിയപ്പെട്ട മക്കളുമാണ്. ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുള്ള മുന്നേറ്റത്തിന്റെ തുടക്കത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഈ ഒരു കരാട്ടെ ഫാമിലിയുടെ ജീവനും ജീവിതവും എല്ലാം കരാട്ടയാണ്. ഇവരുടെ ചർച്ചകളിൽ മുഴുവനായി വരുന്നത് കരാട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. കരാട്ട ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്കില്ല എന്നാണ് ഇവരുടെ വരികളിലും വാക്കുകളിലും പ്രകടമാവുന്നത്. കരാട്ടെ ഫാമിലിയോടൊപ്പം ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.